മൻമോഹൻ സിംഗിന്റെ മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ജൻപതിലെ വസതിയിൽ നിന്ന് സിഖ് മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പൊതുദർശനത്തിനായി AICC ആസ്ഥാനത്തേക്ക് മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നലെ തൊട്ട് ജൻപതിലെ വസതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം AICC ആസ്ഥാനത്ത് ഇനിയിപ്പോൾ നടക്കുന്ന പൊതുദർശനത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. PR അരവിന്ദ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, മൃതദേഹം AICC ആസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നു. എത്ര നേരം ഇവിടെ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്? നേരത്തെ ധനസുമോദ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കാണാൻ കഴിയാത്ത വലിയൊരു ജനാവലി തന്നെ നമുക്കവിടെ കാണുന്നുണ്ട്. കാത്തു നിൽക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നത് 8:30 മുതൽ 9 വരെ ആ പൊതുദർശനം ഉണ്ടാകുമെന്നാണ്. പക്ഷേ ആ വീട്ടിൽ നിന്ന് മതപരമായ ചടങ്ങുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ നിന്ന് മൃതദേഹം എത്തിക്കുന്നതിൽ താമസമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവിടെ 10 മണി അല്ലെങ്കിൽ 10:30 വരെ ആയിരിക്കും പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷമാണ് ആ മൃതദേഹം ഇത്തരത്തിൽ ബന്ധുയോഗത്തിലേക്ക് കൊണ്ടുപോകുക. അവിടെ 11:45 ചടങ്ങുകൾ നടക്കുക. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം AICC ആസ്ഥാനത്തേക്ക് എത്തിക്കുകയാണ്. കൂടി അവസാനമായി AICC ആസ്ഥാനത്തിൽ കാഴ്ചകളാണ് അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി നിരവധി പ്രവർത്തകരും അതുപോലെ തന്നെ പ്രമുഖ നേതാക്കളടക്കം ഇപ്പോൾ AICC ആസ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ്. അവർ എല്ലാവരും ഒരുമിച്ച് മൃതദേഹം ഏറ്റുപോകുകയാണ്. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് മൻമോഹൻ സിംഗിന്റെ ചടങ്ങുകൾ നടക്കുക. നമുക്ക് കാണാം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെത്തിയിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. തങ്ങളുടെ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി AICC ആസ്ഥാനത്തേക്ക് പ്രവർത്തകർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. മൻമോഹൻ സിംഗ് എന്ന് പറയുമ്പോൾ പറയുവാനുള്ളത് ഒരു വാക്ക് മാത്രമാണ്. സൗമ്യനായ അല്ലെങ്കിൽ ആരോടും അധികമായി പ്രശ്നം വയ്ക്കാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രകോപനപരമായ നടപടിയില്ലാത്ത ഒരു നേതാവാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും എല്ലാവർക്കും ഒറ്റ വാക്ക് മാത്രമാണ് മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്ന ആ സ്ഥലത്തിലേക്ക് മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം എത്തിക്കുകയാണ്. AICC ആസ്ഥാനത്ത് സ്ഥിരമായി വാർത്താ സമ്മേളനം നടക്കുന്ന ആ സ്ഥലത്താണ് ഈ പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. അവിടേക്ക് വാർത്താ ഏജൻസികൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. മറ്റു മാധ്യമങ്ങളെല്ലാവരെയും പുറത്ത് നിർത്തിയിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥ ഡൽഹിയിൽ കഴിഞ്ഞ 2 ദിവസമായി കനത്ത മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ AICC വാർത്താ സമ്മേളനം നടക്കുന്ന ഹാളിൽ ഈ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും പൊതുദർശനം AICC ആസ്ഥാനത്ത് ഈ ചെറിയ ഹാളിലാണെങ്കിലും എത്തുന്ന പ്രവർത്തകരുടെ എണ്ണത്തിൽ ഒരു തരത്തിലുമുള്ള കുറവുകളില്ല. നിരവധി പ്രവർത്തകர்களுടെ ഒഴുകിയെത്തുന്നത് തുടരുകയാണ്. 1 മണിക്കൂർ പൊതുദർശനം കൊണ്ട് തന്നെ ഈ തങ്ങളുടെ നേതാവിനെ കണ്ടു തീർക്കുക അല്ലെങ്കിൽ എത്തുന്ന എല്ലാ പ്രവർത്തകർക്കും കാണുവാൻ സാധിക്കുമോ എന്നൊരു വിഷമം മാത്രമാണ് ഇനിയുള്ളത്. 1 മണിക്കൂറാണ് പൊതുദർശനം ക്രമീകരിച്ചത്. അതിനുശേഷം വിലാപയാത്രയായി സിബന്ധുഘട്ടിലേക്ക് മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകും. അവിടെ 11:45 നിലവിൽ ഔദ്യോഗികമായ ഒരു സമയം നൽകിയിരിക്കുന്നത്. പക്ഷെ അതിൽ ചില മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വികാരനിർഭരമായ ഒരു യാത്രയായപ്പോൾ തന്നെ മുൻ പ്രധാനമന്ത്രിക്ക് രാജ്യം നൽകുന്നു, കോൺഗ്രസ് നൽകുന്നു, പ്രവർത്തകരുടെ ഒഴുക്ക് തുടരുകയാണ്.